ഖത്തറിന്റെ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ കണ്ണൂരുകാരൻ തഹസിൻ മുഹമ്മദാണ് ഇപ്പോൾ മലയാളികളുടെ ഫുട്ബോൾ ചർച്ചയിലെയും താരം. ഫുട്ബോൾ ലോകം താരത്തെ വാഴ്ത്തുന്ന വേളയിൽ മകന്റെ ബാല്യകാല അനുഭവം മീഡിയ വണ്ണിനോട് പങ്കുവെക്കുകയാണ് ഉമ്മ ഷൈമ. കുട്ടിക്കാലത്ത് കളിക്കാൻ പോയതിന് ചിലപ്പോഴൊക്കെ തഹസീനെ ചീത്ത പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ രസകരമാണെന്നും ഷൈമ ഓർത്തെടുക്കുകയാണ്. മകന്റെ സ്വപ്ന നേട്ടത്തിൽ അഭിമാനത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഉമ്മയുടെ വാക്കുകൾ കേൾക്കാം. ഒരുപാട് അനുഭവമുണ്ട് തഹസിൻ്റെ കാര്യത്തിൽ. നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ വെക്കേഷനാണ് പോകുന്നത്. അപ്പം തഹസിനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. തഹസിന് കുട്ടികളുടെ കൂടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകാനൊക്കെ നോക്കുമ്പോൾ തഹസിനെ കാണില്ല. പിന്നെ ഇതേപോലെ ഞാനൊരു കല്യാണത്തിന് പോയി തഹസിനെയും കൂട്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി നിക്കാഹിൻ്റെ സമയമായപ്പോൾ തഹസിനെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി നിർത്തിയതാണ്. നിക്കാഹിൻ്റെ സമയമായപ്പോൾ തഹസിനെ കാണുന്നില്ല. അപ്പോൾ തഹസിനെ നോക്കുമ്പോൾ തഹസി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക. കളിച്ച് കപ്പുമായിട്ടാണ് വന്നത്. 300 റുപ്പീസും പിന്നെ കപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള. അത് ഇന്ന് ആലോചിക്കുമ്പോൾ അന്ന് നമ്മൾ അതിന് കുറേ ചീത്ത പറഞ്ഞു. കാരണം കല്യാണം നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. അപ്പോൾ ഇന്ന് ആലോചിക്കുമ്പം അതൊക്കെ ഒരുപാട് സന്തോഷം. എന്താണ് സംഭവം? ഇത് തഹസി വളരെ ചെറുതില്ല. തഹസിനൊരു 10 വയസ്സ് അങ്ങനെയൊക്കെയുള്ള സമയത്താണ്. വളരെ ചെറിയ പ്രായത്തിലാണ്. തഹസിന് കളിക്കുന്നത് പറയുകയാണെങ്കിൽ തഹസി എപ്പോഴാണോ നടന്നു തുടങ്ങിയത് അന്ന് തൊട്ടേ തഹസിൻ കളിക്കുമായിരുന്നു. കളിക്കും മീൻസ് ഫുട്ബോൾ തട്ടുമായിരുന്നു. അന്ന് പാമ്പർ ഇട്ട് നടക്കുന്ന, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പാമ്പർ ഇട്ട് നടക്കുന്ന സമയത്ത് തഹസി ബോൾ ചവിട്ടിയിട്ടാണ് ഇങ്ങനെ എന്നും കാലിൽ പന്ത് ഉണ്ടാവും. ലോകകപ്പ് വരെ എത്തി. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം. തഹസി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരുപാട് കുട്ടികൾ, എന്നെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ അത് അവർക്കുള്ള വഴി ചിലപ്പം ഈസി ആയിട്ടുണ്ടാവില്ല. അൽഹംദുലില്ലാഹ്, റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വഴികളെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വഴികളും ഈസിയാക്കി കൊടുത്തു. ഞങ്ങൾ ആരും തന്നെ അവന് വേണ്ടിയിട്ട് ഒരുപാട് ഇതിനു വേണ്ടി പിന്നാലെ നടക്കുകയോ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും ആ ഒരു വഴിക്ക് അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ്.